വേറെ ആള് എന്റെ മകൻ രാജേന്ദ്ര തന്നെ. കൊച്ചു മുതലാളി കോളേജിൽ പോകാൻ ഒരുങ്ങുകയാണ്. കോളേജിൽ ഈയിടെയായി അവന്റെ കൂട്ടുകെട്ട റെഡിയല്ല. ഇങ്ങനെ പോയാൽ എന്റെ കാലത്തേക്ക് നമ്മുടെ കമ്പനിയും ഫാക്ടറിയും ഒക്കെ ബാറ്ററിയോ ചട്ടപ്പിച്ചു വന്ന ഔട്ട്. ഫാക്ടറിയൊക്കെ ആറ് നോക്കി നടത്തുവന്നെ. പറക്കമുട്ടാത്ത പ്രായത്തിൽ അമ്മ നഷ്ടപ്പെട്ട കുട്ടിയല്ലേ മുതലാളി? പറക്കമുട്ടാൻ അവനെന്താ പ്രഭാവോ? അതല്ല മുതലാളി, മുതലാളിയുടെ എടുത്തുചാട്ടവും മുൻകോപവും എല്ലാം കൊച്ചു മുതലാളിക്കും കിട്ടിയിട്ടുണ്ട്. അതിനെങ്ങനെയാ അങ്ങയുടേതല്ലേ വിത്ത്? അതെ, വിശ്വാസം അതല്ലേ എല്ലാം. കേസോപ്പിള്ളേ, 6.5 മണിക്കൂറുള്ള തീവണ്ടിയിൽ എനിക്ക് മദ്രാസിക്ക് പോകണം. എന്റെ ആ കോട്ട് സൂട്ടുമൊക്കെ ഒന്ന് ഇസ്ത്രി ഇട്ട് വെക്കണം. ഞാൻ പോയിട്ട് പറഞ്ഞത് പറ കേശവപിള്ള അവനെ ഒന്ന് ശ്രദ്ധിക്കണം. ശരി മുതലാളി. ഇന്ന് വന്നേ. പിന്നൊരു കാര്യം രഹസ്യമായി ഞാൻ ഒരു കാര്യം പറയാം. ആ താഴ്ന്ന ജാതിക്കാരി സരസ്വതിയുടെ മകൾ സാരഥിയുമായി അവന് ചില ചുറ്റിക്കളിയുണ്ട്. അതൊന്ന് നോക്കി കണ്ടറിയണം. ശരി കമ്പി മുതലാളി. കമ്പി മുതലാളി അല്ലടാ, സിമന്റ് മുതലാളി. ആരായാൽ നിനക്കെന്തേ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. നീ എവിടെ പോകുന്നു? ഞാൻ ഇന്നും രാവിലെ എവിടെ പോകുന്നെന്ന് എനിക്കറിയില്ലായിരിക്കും. കാളേജിലേക്കാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ആ ഹീനജാതിക്കാരിയുമായുള്ള നിന്റെ ഊറുസുത്തം അല്ലടാ. ഡാഡി തപ്പിച്ചു പോകരുത്. എന്നാൽ നാടിനി കാളേജിലേക്കുമില്ല, ഒരു കീഴേജിലേക്കുമില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് കൊച്ചു മുതലാളി. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ കുഞ്ഞിനെ ഇത്രയും നാൾ വളർത്തിയ അച്ഛനോടാണോ ഇങ്ങനെ പറയുന്നത്? അച്ഛനാണ് പോലും അച്ഛൻ. എനക്ക് അമ്മയില്ലാതായത് എങ്ങനെയാ? പറയൂ തൊഴിച്ചു കൊണ്ടതാണ് അയാൾ എന്റെ അമ്മയെ. രാജേന്ദ്ര, നിന്റെ വാക്കുകൾ അതിന് കടക്കുന്നു. അതിന് കടക്കുന്നെങ്കിൽ അതിനൊന്ന് കുത്തിയെടുക്കാൻ അതിന് വിട്ട കുതിരയെ കഴിഞ്ഞാലിട്ട് ബന്ധിക്കാൻ ഈ രാജശേഖരൻ തമ്മിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല. ചോണയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. കഴുതറ്റി കഞ്ഞാലിടാൻ ഈ രാജശേഖരൻ താപ്പ് പഠിച്ചിട്ടില്ല. രാജേന്ദ്ര, കേശവപിള്ള എവിടെ പോകുന്നു? നിന്ന ചോറിന് നന്ദി കാണിക്കുന്നു മുതലാളി. മനസ്സിലായില്ല. ഞാൻ വീടിന്റെ പണി ഇറങ്ങുന്നു എന്ന്. കേശവപിള്ള, നിങ്ങൾ അച്ഛനും മകനും തമ്മിൽ എന്ത് വേണമെങ്കിലും ആയിക്കോ. ഇവിടെ നിന്നാൽ ഞാനൊരു കൊലപാതകത്തിന് സാക്ഷ്യം പറയേണ്ടി വരും. കേശവപിള്ള, നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ പുറകിൽ നിന്നും വിളിക്കരുത് മുതലാളി. ഒന്നി നിൽക്കൂ. എന്തു വേണം? ഒരു കാര്യം പറയാനുണ്ട്. ഈ സുവർണ റോസാപ്പൂ ഇഷ്ടമായോ? എന്താണെന്ന് വെച്ചാൽ വേഗം പറയൂ. എനിക്ക് ക്ലാസ്സിൽ പോണം. ശരി. പോടാ സുഹൃത്തുക്കളെ. ഇങ്ങനെയാണുള്ള പഞ്ചാര അടിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. നോക്ക്, ഒളിക്കിച്ചിന് പഠിക്കുന്ന നമ്മുടെ രാജമ്മ വരുന്നു. നിനക്ക് വേറൊരു കാമുകി ഉണ്ടല്ലോ. പിന്നെ എന്തിനാ നീ രാജമ്മയെ നോക്കുന്നത്? എന്റെ കണ്ണിൽ നീ ദയവ് ചെയ്ത് പാട്ട് ഇടരുത്. കറണ്ട് പോകുമ്പോൾ ഒരു ജനറേറ്റർ ഉള്ളത് നല്ലതല്ലേടാ. നോക്കണ റോസ് നിർത്തും. അവളെ ഇന്നൊന്ന് വാട്ടണം. എങ്കിൽ ഞാൻ നിനക്കൊരു നല്ല അപ്ലാത്താവും. ശരിയാണ്. റോസാപ്പൂ പെണ്ണുങ്ങൾ വരുന്നോ പോകുന്നോ എന്ന് നോക്കിയിരിക്കുന്ന വായി നോക്കികൾ. എന്റെ കാലിൽ ചെറുപ്പുണ്ടടാ. ഒന്ന് പോയിനടി അവിടുന്ന്. ഓ, ഞങ്ങൾ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ലേ? എന്താ ഇന്നൊരു മൗനം? ഒന്നുമില്ല. താളം കേട്ടും തുള്ളാത്ത മുതലാളി
ഞാനും ഡാഡിയുമായി ഇന്ന് ചെറുതായിട്ടൊന്ന് ഉറಸಿ. ഉറച്ചാൽ കേൾക്കുന്നുണ്ടാ? തീപ്പെട്ടിക്കോലാണോ? സാരഥേ, നിൽക്ക്. ഈ അസ്ഥാനത്തുള്ള വളിപ്പടി എനക്കത്ര പിടിക്കുന്നതാ. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്റെ ഡാഡി അറിഞ്ഞു. അയ്യോ, എന്നിട്ട് തമ്പി മുതലാളി വല്ലതും ചോദിച്ചോ? ഇല്ല, ഡാഡിയുടെ ചില മുടവിച്ചുള്ള സംസാരം കേട്ടപ്പോൾ എനക്കങ്ങനെ തോന്നി. രാജേട്ടാ, അന്നേ ഞാൻ പറഞ്ഞതല്ലേ നമുക്കിതൊന്നും വേണ്ടെന്ന്. അല്ലേലും പണക്കാരനായ നിങ്ങൾ എവിടെ കിടക്കുന്നു? ഈ പാവം പിടിച്ച ഞാൻ എവിടെ കിടക്കുന്നു? നാളതങ്ങ് മറന്നു. പറഞ്ഞതുപോലെ നീ എവിടെയാ കിടക്കുന്നത്? അയ്യടാ കൊതിയ. വേണ്ട രാജേട്ടാ, നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അല്ലെങ്കിലും ഞങ്ങളൊക്കെ പാവത്തിങ്ങളാണ്, നിങ്ങൾ വലിയ പണക്കാരനാണ്. നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരില്ല രാജേട്ടാ, നമ്മൾ ചേരില്ല. സാരഥേ, നീയും എന്നോട് ഇങ്ങനെ തുടങ്ങുകയാ എങ്കിൽ നീ നോക്കിക്കൂ. നാളെ രാവിലെ നീ കാണുന്നത് നിന്റെ വീടിന്റെ അസയിൽ തൂങ്ങിയാടുന്ന എന്റെ ജഡമായിരിക്കും. എന്റെ ജഡം. രാജേട്ടാ, സാരഥേ, എന്റെ സാരഥേ. ഞങ്ങളും ഇവിടെയൊക്കെ തന്നെ ഉള്ളവരാണ്. എന്താണ് ഇത്ര ചിരിക്കാൻ? ഇവിടെ ആരാണ്ട് തുണിയില്ലാതെ നിൽക്കുന്നു. തുണിയില്ലാതെ നിന്നാൽ കൊള്ളാമായിരുന്നു. ഞങ്ങളും കൂടി ഒന്ന് ഗൗണിക്കണേ സാറേ. ഗൗനിക്കമണ വാട. അമ്മയുടെ മുളപ്പാൽ കുടിച്ചവന്മാരുണ്ടെങ്കിൽ വരികണ. ഓടുന്ന ഓട്ടം കണ്ടില്ലേ? പേടിട്ട് ടൂറികൾ. നിന്നൊക്കെ ഞാൻ എടുത്തോളാമടാ. രാജേട്ടന്റെ തൊഴി കാണാൻ എന്ത് രസമാണ്. രാജേട്ടൻ കരാട്ടെ പഠിച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ പഠിച്ചു. പിന്നെയെല്ലാം വീട്ടിൽ ഇരുന്നുള്ള പ്രാക്ടീസ് അത്ര തന്നെ. അയ്യോ, പണിയടിച്ചു. ഞാൻ ക്ലാസ്സിൽ പോകുന്നു. എങ്കിൽ നമുക്ക് പിന്നെ കാണാം. ടാറ്റാ. ടാറ്റ ടിടി ടൂട്ടു. സാരഥേ, നീ ഇന്നും കോളേജിൽ പോകുന്നില്ലേ? ഇല്ല, ഞാൻ എങ്ങും പോകുന്നില്ല. സാരഥേ, നീ ആ കൊച്ചു മുതലാളിയെ മറക്കണം. അവരൊക്കെ വലിയ ആൾക്കാരാണ്. നമ്മുടെ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. അമ്മ ഒന്ന് മിണ്ടാതിരിക്കാമോ? തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അയ്യോ, നീ ആ കൊച്ചു മുതലാളി ഇങ്ങോട്ട് വരുന്നു. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലെന്ന്. എന്താ? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. വെടി വെച്ചാൽ പുക. സാറിയുടെ അമ്മേ, ഇവിടെ ആരുമില്ലേ? അയ്യോ, കൊച്ചു മുതലാളി കുഞ്ഞെന്തിന് ഇങ്ങോട്ട് വന്നു? തമ്പി അദ്ദേഹം ഇതറിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പുകൽ ഇവിടെ നടക്കുമെന്നറിയുമോ? ഒരു ചുക്കും നടക്കില്ല സാറിന്റെ അമ്മേ. അയാൾക്ക് മാത്രമല്ല വാസി, എനക്കുമുണ്ട് വാസി. സാറിന് ഇന്ന് എന്താണ് കോളേജിൽ വരാത്തത്? അത് പറയൂ, എന്താണ് സാറിന്റെ കോളേജിൽ വരാത്തത്? അത് അവൾക്ക് ഇന്ന് തൊട്ടുകൂടാ. അയ്യോ, ഇതെന്താ പുകപ്പുരയോ? ഒന്ന് എഴുന്നേറ്റ് പോകാമോ? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. രാജേട്ട, ഇതാ കാപ്പി കുടിക്കൂ. എനക്ക് വേണ്ട. കുടിക്കൂ കുഞ്ഞേ. എനക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. ഓ, പാവങ്ങളുടെ വീട്ടിൽ നിന്നും ഒന്നും കഴിക്കില്ലായിരിക്കും. ഞാനിവിടെ വന്നിട്ടുള്ള ദിവസങ്ങളിൽ ഒരു കപ്പ് കാപ്പിയുടെ വെള്ളമെങ്കിലും കുടിക്കാതെ പോയിട്ടുണ്ടോ? പറയൂ സാറിന്റെ അമ്മേ. അയ്യോ, തമ്പി മുതലാളി. ആരും പേടിക്കണ്ട, നാടില്ല ഇവിടെ. രാജേന്ദ്ര, അവിടെ വിട്ടിട്ട് മറിയാറിക്ക് വന്ന് എന്റെ പിയത്ത് കാണിക്കുക. ഇല്ല, സാറിന്റെ ഇല്ലാതെ ഇവിടുന്ന് ഒരു അടി നാം വെക്കില്ല. അപ്പോ
എന്താണ്? ഈ